നമ്മളിന്ന് നോക്കുന്നത് കോമൺ PYQ ആണ്. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള CPO പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കുന്നതാണ്. എല്ലാവരും എന്നോടൊപ്പം ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. നോക്കി, അതിൽ ആദ്യത്തെ ചോദ്യം, എയ്തർ യു ഓർ ഐ ഡാഷ് ടു ബ്ലെയിം. ആറുണ്ട്, വേറുണ്ട്, ഈസുണ്ട്, ആമുണ്ട്. അപ്പോൾ നമുക്കറിയാം എയ്തർ യു വരുന്ന സെൻറ്റൻസുകളിൽ അല്ലെങ്കിൽ എയ്തർ യു അല്ല എയ്തർ ഓർ വരുന്ന സെൻറ്റൻസുകളിൽ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ചാണ് എപ്പോഴും ഉത്തരങ്ങൾ എഴുതുന്നത്. എയ്തർ ഓർ വരുന്ന സെൻറ്റൻസുകളിൽ എയ്തർ ഓർ ഒരു കൺജങ്ഷൻ ആണ്. എയ്തർ ഓർ വെച്ചിട്ട് രണ്ട് അല്ലെങ്കിൽ സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതണം. ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് ഏതാണ്? ഐ ആണ്. ഐ നോർമലി നമ്മൾ ഗ്രാമറിൽ പ്ലൂറലായിട്ടാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആറ് വരും, അതുപോലെ വേറ് വരാം, അതുപോലെ എന്ത് ചെയ്യുന്നു, ഐയോടൊപ്പം എന്തായാലും ഈസ് ചേരില്ല, ഐയോടൊപ്പം ആമ് ചേരാം. അപ്പോൾ ഒന്നെങ്കിൽ ആറ്, അല്ലെങ്കിൽ വേറ്, അല്ലെങ്കിൽ ആം. ഇനി ഈസ്, ആമ്, ആറ് ഈ മൂന്ന് ഓക്സിലറിയിൽ ഐയോടൊപ്പം ചേരുന്ന ഓക്സിലറി ആമാണ്. ആറ് ചേരാറില്ല. ഈസ് സിംഗുലാറുമാണ്. അപ്പോൾ നമുക്ക് ഏതും വെട്ടാം, ആറും വെട്ടാം. ഇനി വേറ്, ഐ പ്ലൂറലായിട്ടാണ് കരുതുന്നതുകൊണ്ട് വേറ് ഐയോടൊപ്പം ചേർത്ത് പറയാം. പക്ഷേ അത് ഇഫ് ക്ലോസിൽ മാത്രമാണ്. ബാക്കി എല്ലാ അവസരത്തിലും നോർമലി ടെൻസിലാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഐയോടൊപ്പം നമ്മൾ വാസ് മാത്രമേ ചേരാറുള്ളൂ, അല്ലാതെ വേറ് ചേർത്ത് പറയാറില്ല. അപ്പോൾ നമുക്ക് വേറും വെട്ടാം. ആകെയുള്ള ഓപ്ഷൻ ഏതാ? ആമാണ്. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ആം ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ ഇതുപോലെ വരുന്ന വാക്കുകൾ ഏതൊക്കെയാ? ഒന്ന് എയ്തർ ഓർ. ഒന്നാമത്തെ വാക്ക് ഏതാ? എയ്തർ ഓർ. രണ്ടാമത്തത് നൈദർ നോർ. രണ്ടാമത്തെ വാക്ക് ഏതാ? നൈദർ നോർ. മൂന്നാമത്തത് നോട്ട് ഓൺലി ബട്ട് ആൾസോ. മൂന്നാമത്തെ വാക്ക് ഏതാ? നോട്ട് ഓൺലി ബട്ട് ആൾസോ. നോട്ട് ഓൺലി ബട്ട് ആൾസോ. നാലാമത്തെ വാക്ക് ഓർ. ഇതിലേതെങ്കിലും വാക്ക് വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതണം. ആദ്യത്തെ ചോദ്യം ക്ലിയർ ആയോ? രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. എവരി ബോയ് ആൻഡ് ഗേള് ഡാഷ് ദ ഓഫർ ടെൻഡേഡ് ബൈ ദി സെയിൽസ് എക്സിക്യൂട്ടീവ്. കണ്ടല്ലോ തന്നിരിക്കുന്ന ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ അക്സെപ്റ്റ്സ് ഓപ്ഷനിലുണ്ട്, അക്സെപ്റ്റ് ഓപ്ഷനിലുണ്ട്, ഷാൾ അക്സെപ്റ്റ് ഉണ്ട്, ഷാൾ ബി അക്സെപ്റ്റിംഗ് ഓപ്ഷനിലുണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷനായിട്ടുള്ള അക്സെപ്റ്റ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കി, എന്താ കാരണം? ഈച്ച് എന്ന വാക്കോ അല്ല എങ്കിൽ എവരി എന്ന വാക്കോ, ഈച്ച് അല്ലെങ്കിൽ എവരി എന്ന വാക്ക് കഴിഞ്ഞിട്ട് വരുന്നത് സിംഗുലാർ വെർബുകളായിരിക്കും. സബ്ജക്റ്റ് ഈച്ച് ആൻഡ് എവരി കഴിഞ്ഞിട്ട് ഏത് സബ്ജക്റ്റ് വന്നാലും സബ്ജക്റ്റ് ഒന്നോ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകളോ ഒക്കെ വന്നാലും തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും സിംഗുലാർ ആയിരിക്കണം, മറക്കരുത്. എന്നാൽ ഈച്ച് കഴിഞ്ഞിട്ട് ഒരു മോഡൽ ഓക്സിലറി വെർബ് വന്നാൽ, മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ ഏതാ? വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഏതെങ്കിലും ഓക്സിലറി വെർബ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ഉത്തരങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? V1 ആയിരിക്കണം. അവിടെ വരുന്ന ഉത്തരങ്ങൾ V1 ആയിരിക്കണം, മറക്കരുത്. അടുത്ത ചോദ്യം നോക്കി. ചോദ്യം ഇതാണ്, മാർക്ക് ദ ഗ്രമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ്. ഗ്രാമർ പരമായിട്ട് ശരിയായിട്ടുള്ള സെന്റൻസ് എടുത്തെഴുതാനാണ് ചോദ്യം. ദ റിഡിൽ ഈസ് ടു ഡിഫിക്കൽട്ട് ഫോർ മീ ടു സോൾവ് എന്നത് ഓപ്ഷനിലുണ്ട്. ദ റിഡിൽ ഈസ് ടു ഡിഫിക്കൽട്ട് ഫോർ മീ ടു സോൾവ് ഇറ്റ് എന്നത് ഓപ്ഷനിലുണ്ട്. ദ റിഡിൽ ഈസ് സോ ഡിഫിക്കൽട്ട് ആൻഡ് ഐ കുഡ് നോട്ട് കനോട്ട് സോൾവ് എന്നത് ഓപ്ഷനിലുണ്ട്. ദ റിഡിൽ ഈസ് സോ ഡിഫിക്കൽട്ട് ഫോർ മീ ടു സോൾവ് എന്നത് ഓപ്ഷനിൽ ഉണ്ട്. സോൾവ് ഇറ്റ് എന്നത് ഓപ്ഷനിലുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ടുവിൻ്റെ പ്രയോഗമാണ്. അപ്പോൾ റിഡിൽ ഈസ് ടു ഡിഫിക്കൽട്ട് ഫോർ മീ ടു സോൾവ് എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ സെൻസിൽ തെറ്റെന്താ? ഇവിടെ ഇറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വേണ്ട. സബ്ജക്റ്റ് ദ റിഡിൽ തന്നെയാണ്. വീണ്ടും ഇറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. അതാണ് അവിടുത്തെ തെറ്റ്.
ഇവിടുത്തെ എന്താ സോ വരുന്ന സെൻറ്റൻസിൽ മറുഭാഗത്ത് ദാറ്റ് വരണം. സോ വരുന്ന സെൻറ്റൻസിൽ മറുഭാഗത്ത് എന്ത് വരണം? ദാറ്റ് വരണം. ദാറ്റ് അല്ല, ആൻഡ് ആണ് കിടക്കുന്നത്. മൂന്നാമത്തെ ഇല്ല, ഇവിടെ സോ വരുന്ന സെൻറ്റൻസിൽ മറുഭാഗത്ത് ടു ആണ് കിടക്കുന്നത്, അതുകൊണ്ട് അത് വരില്ല. നമുക്ക് ഏതാ ഓപ്ഷൻ? നമുക്ക് ഏത് ഓപ്ഷൻ? എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. നോ സൂണർ വരുന്ന സെൻറ്റൻസുകളിൽ മറുഭാഗത്ത് ദാൻ വരണം. നോ സൂണർ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് എന്ത് വരണം? ദാൻ വരണം. ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, റെയർലി ഒക്കെ വരുന്ന സെൻറ്റൻസിൽ മറുഭാഗത്ത് വെന്ന് വരണം. മറുഭാഗത്ത് എന്ത് വരണം? വെന്ന് വരണം. അതേപോലെ നോട്ട് ഓൺലി വരുന്ന സെൻറ്റൻസുകളിൽ മറുഭാഗത്ത് ബട്ട് ആൾസോ വരണം. നോട്ട് ഓൺലി വരുന്ന സെൻറ്റൻസുകളുടെ മറുഭാഗത്ത് ബട്ട് ആൾസോ വരണം. അതുപോലെ സോ വരുന്ന സെൻറ്റൻസുകളുടെ മറുഭാഗത്ത് ദാറ്റ് വരണം. സോ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് എന്ത് വരണം? ദാറ്റ് വരണം. ഓക്കെ. ലെസ്റ്റ് വരുന്ന സെൻറ്റൻസുകളുടെ മറുഭാഗത്ത് ഷുഡ് വന്നിട്ടുണ്ടായിരിക്കണം. ലെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഷുഡ്. ടു വരുന്ന സെൻറ്റൻസുകളുടെ മറുഭാഗത്ത് ടു വരണം. ബോത്ത് വരുന്ന സെൻറ്റൻസുകളുടെ മറുഭാഗത്ത് ആൻഡ് വരണം. ബോത്ത് ആൻഡ്. ഇതൊക്കെ ഒന്ന് ഓർമ്മയിലിരിക്കുക. കൺജങ്ഷൻ ആണ് ടോപ്പിക്. അടുത്ത ചോദ്യം, they left home dash Kashmir dash car yesterday. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ടു ബൈ ഉണ്ട്, ഫോർ ഇൻ ഉണ്ട്, ഫ്രം വിത്ത് ഉണ്ട്, ഫോർ ബൈ ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഫോർ ബൈ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ടു എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ചിന്തയിൽ ടു ബൈ ചിലവരെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം. ടു തെറ്റില്ലായിരുന്നു. ഒരു ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ടു ആണ് ചേർക്കുന്നത്, തെറ്റില്ല. ടു കാശ്മീർ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ടു തിരുവനന്തപുരം, ടു കണ്ണൂർ, ടു കോഴിക്കോട് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ തെറ്റില്ല. ഡയറക്ഷനെ സൂചിപ്പിക്കാൻ ടു ഉപയോഗിക്കും. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം. ലെഫ്റ്റ് എന്ന വാക്കിനോടൊപ്പം ഫോർ ചേർത്താൽ അവിടെ വരുന്നത് ഒരു സ്ഥലത്തേക്ക് പോയി എന്നർത്ഥമാണ്. ഫ്രൈസൽ വെർബാണ്. ലീവ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് പോയെന്നാണ്. ഒരു ഫ്രൈസൽ വെർബ് യൂസേജിലാണ് അവിടെ ഫോറും എടുത്തത്. ഇനി നമുക്കറിയാം, ഡോറുള്ള വാഹനങ്ങളുടെ പേരിന് മുന്നിൽ നമ്മൾ എപ്പോഴും ചേർക്കുന്നത് ബൈ ആണ്. ബൈ കാർ, ബൈ ബസ്, ബൈ ലോറി, ബൈ ഷിപ്പ്, ബൈ ട്രെയിന്, ബൈ എയ്റോപ്ലെയിൻ, ബൈ ട്രെയിൻ ഒക്കെ മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം? ബൈ ചേർത്തിട്ട് പറയാം. അതുകൊണ്ട് വരുന്നത് ഡി ഓപ്ഷനാണ്, ഫോറും ബൈയും. അടുത്ത ചോദ്യം നോക്കി. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അല്ലെങ്കിൽ ബാങ്ക് ബിലോ. എവരിബഡി വാസ് പ്രസന്റ് എന്നതിൻ്റെ ടാഗ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, എവരിബഡി എന്ന വാക്കിന് പകരം നമുക്ക് എന്തെടുക്കാം? ദേ എന്ന നമുക്ക് ഏതെടുക്കാം? പ്രൊനൗൺ എടുക്കാം. വാസ് ഓക്സിലറി വെർബാണ്. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ, വാസ് സിംഗുലാർ. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ വരുന്ന സെൻറ്റൻസുകളിൽ ഓക്സിലറി വെർബ് സിംഗുലാർ ആണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ പ്ലൂറലാക്കി മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ. ഇപ്പോൾ വാസിൻ്റെ പ്ലൂറൽ ഏതാ? വേർ ആണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് വേറിൻ്റെ ദേ ഇങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി അവിടെ ഉത്തരമായിട്ട് വരുന്നു. വേറിൻ്റെ ദേ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി. ചേഞ്ച് ദ ഫോളോയിങ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഇൻറ്റു അസേർട്ടീവ്. ഈസ് ദെയർ എനി സ്മോക്ക് വിത്തൗട്ട് ഫയർ എന്ന ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അസേർട്ടീവ് രൂപം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? there is not any smoke without fire, there is no smoke without fire, there cannot be smoke without fire, there will not be any smoke without any fire. നമുക്ക് ഏതാ ഉത്തരം? ബി ഓപ്ഷൻ ആണ്. ഏറ്റവും ഉചിതം ബി ഓപ്ഷൻ ആണ്. there is no smoke without fire. not smoke എന്ന് പറയേണ്ട കാര്യമില്ല. not any smoke എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പഠിച്ചു വയ്ക്കുക. നമുക്ക് 4 ടൈപ്പ് സെൻറ്റൻസ് ആണ്. ഒന്നാമത്തേൻ്റെ പേര് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് അസേർട്ടീവ് എന്ന് പറയുന്നു, അതിൻ്റെ മറ്റൊരു പേര് അസേർട്ടീവ് എന്ന് പറയുന്നു, അതിൻ്റെ മറ്റൊരു പേരാണ് ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നു, അതിൻ്റെ മറ്റൊരു പേരാണ് അഫർമേറ്റീവ് എന്ന് പറയുന്നു, അല്ലേ? എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം?
നൗണിലോ അല്ല എങ്കിൽ പ്രോനൗണിലോ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. നൗൺ അല്ലെങ്കിൽ പ്രൊനൗണിൽ തുടങ്ങി എന്തിൽ അവസാനിക്കുന്നു? ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. രണ്ടാമത്തത് ഏത് ടൈപ്പ് സെന്റൻസാ? രണ്ടാമത്തത് ഇന്ററോഗേറ്റീവ് സെന്റൻസുകളാണ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ക്വസ്റ്റ്യൻ വേർഡിലോ അതല്ല എങ്കിൽ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. മൂന്നാമത്തത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? വെർബ് അല്ല എങ്കിൽ പ്ലീസ് എന്ന വാക്ക്, പ്ലീസ് അല്ല എങ്കിൽ കൈൻഡ്ലി എന്ന വാക്ക്, കൈൻഡ്ലി, അതും അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങുന്നു. ഏതൊക്കെയാ? വെർബ്, പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകളാണെങ്കിൽ അവ ഇമ്പരേറ്റീവ്. നാലാമത്തത് ഏതാ? എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ആശ്ചര്യചിഹ്നം വരുന്ന സെന്റൻസുകൾ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. Mark the correct part of the sentence given below. Mark the incorrect part of the sentence given below. താഴെ തന്നിരിക്കുന്ന സെന്റൻസിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഭാഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സെന്റൻസിനെ 4 ആയിട്ട് തിരിച്ചിട്ട് അതിൽ തെറ്റായിട്ടുള്ള പാർട്ട് കണ്ടെത്താനാണ്. It was decided to call. Decided എന്ന് പറയുന്ന എ പാർട്ടാണ്. To call a public tenders എന്നത് ബി പാർട്ടാണ്. Before disposing of സി പാർട്ടാണ്. ദ ഓൾഡ് ഓഫീസ് ഫർണിച്ചർ ഏതാ? ഡി പാർട്ടാണ്. നമുക്ക് ഏതെങ്കിലും തെറ്റുണ്ടോ നോക്കാം. ഇറ്റ് സിംഗുലാർ ആയതുകൊണ്ട് വാസ് വന്നിരിക്കുന്നു, കുഴപ്പമില്ല. ഡിസൈഡഡ് കഴിഞ്ഞ 2+V1 വന്നിട്ടുണ്ട്. ഫോർ പബ്ലിക് ടെൻഡേഴ്സ് എന്ത് ചെയ്യും? തെറ്റില്ല. ബിഫോർ ഡിസ്പോസിങ് ഓഫ്, ദാ ഇവിടെ OF ഓഫ് ആണ് വരേണ്ടത്. OFF ഓഫ് അല്ല, OF ഓഫ് ആണ്. ദാ ഇത് ചെയ്യുന്നുണ്ട്. ഓൾഡ് ഓഫീസ് ഫർണിച്ചർ, ഫർണിച്ചറിൽ തെറ്റൊന്നുമില്ല. ഫർണിച്ചർ സിംഗുലാറും പ്ലൂറലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഏതാ ഉത്തരമായിട്ട് വരുന്നത്? സി പാർട്ടാണ് തെറ്റ്. ബട്ട് ഡിസ്പോസിങ് OF ഓഫ് ആണ് വരേണ്ടിയിരുന്നത്. അടുത്ത നോക്കിയേ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് അൺഗ്രാമാറ്റിക്കൽ? തെറ്റായിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. I was lived in this house for 10 years. ഓപ്ഷനിലുണ്ട്. I have lived in this house since 2015. അടുത്തത് I have been living in this house for 10 years ഉണ്ട്. I am living in this house since 2015 എന്നത് ഓപ്ഷനിലുണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് ആകെ നമ്മൾ പഠിക്കേണ്ടത് സിൻസ് അല്ലെങ്കിൽ ഫോറിൻ്റെ ഉപയോഗമാണ്. സിൻസ് അല്ല എങ്കിൽ ഫോർ വരുന്ന സെൻറ്റൻസിൽ ഉത്തരമായിട്ട് ഹാസ് ബീൻ അല്ല എങ്കിൽ ഹാവ് ബീൻ, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ അല്ലെങ്കിൽ വിൽ ഹാവ് ബീൻ അല്ല എങ്കിൽ ഷാൾ ഹാവ് ബീൻ വരാം. എന്ത് ചെയ്യും? പ്ലസ് ING വരാം. അപ്പോൾ നമുക്ക് സിൻസ് ഫോർ വരുന്ന സെൻസിൽ ഹാസ് ബീൻ പ്ലസ് ING വരാം, ഹാവ് ബീൻ പ്ലസ് ING വരാം, ഹാഡ് ബീൻ പ്ലസ് ING വരാം, വിൽ ഹാവ് ബീൻ പ്ലസ് ING വരാം, ഷാൾ ഹാവ് ബീൻ പ്ലസ് ING വരാം. ഇനി സിൻസ് അല്ല എങ്കിൽ ഫോർ വരുന്ന സെൻറ്റൻസിൽ ഹാസ് ഓർ ഹാവ് ഓർ എന്ത് ചെയ്യും? ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ്, ഹാവ് പൊതുവെ ഹാഡ് വരില്ല. ഹാസ് ഹാവ് പ്ലസ് V3യും വരാം. വരാം. ഇത്രയാണ് സിൻസും ഫോറിലും വരുന്ന കാര്യങ്ങൾ. അതായത് പ്രസന്റ് പെർഫെക്റ്റ്ലി ഉപയോഗിക്കാം, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലും നമുക്ക് സിൻസും ഫോറും ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ചോദ്യം നോക്കിയാണ്ടോ. ഫോർ വരുന്ന സെൻറ്റൻസ് ഹാവ് പ്ലസ് V3 വന്നിട്ടുണ്ട്, ഉത്തരം ശരിയാണ്, വരും. ഇനി സിൻസ് വരുന്ന സെൻറ്റൻസ് ഹാവ് ലിവ്ഡ് വന്നിട്ടുണ്ട്, ഹാവ് പ്ലസ് V3 വന്നിട്ടുണ്ട്, ഉത്തരം ശരിയാണ്. നമുക്ക് ഫോർ വരുന്ന സെൻറ്റൻസ് ഹാവ് ബീൻ പ്ലസ് ING വന്നിട്ടുണ്ട്, ശരിയാണ്. സിൻസ് വരുന്ന സെൻറ്റൻസ് ആം പ്ലസ് ING ആണ് വരുന്നത്, വരുമോ? വരില്ല. ദാ ഡി ഓപ്ഷനാണ് തെറ്റ്, ഡി ഓപ്ഷൻ തെറ്റായിട്ട് വന്നിരിക്കുന്നു. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ അന്റോണിം ഫോർ ഹിൻഡർ? ഹിൻഡർ എന്ന വാക്കിൻ്റെ അന്റോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെൽപ്പ് ഉണ്ട്,
ഇൻക്രീസ് ഉണ്ട്, എക്സ്പിഡിറ്റ് ഉണ്ട്, സിംപ്ലിഫൈ ഉണ്ട്. ഏതാ? ഹിൻഡർ എന്നതിൻ്റെ ഹിൻഡർ എന്ന് പറഞ്ഞാൽ തടസ്സം പിടിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഹെൽപ്പാണ് ഉത്തരമായിട്ട് വരുന്നത്. വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം. ഹെൽപ്പാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, which of the choices is the best positive degree of the sentence below? താഴെ തന്നിരിക്കുന്നതിൽ പോസിറ്റീവ് ഡിഗ്രി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സെന്റൻസ്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസിന്റെ പോസിറ്റീവ് ഡിഗ്രി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ONV കുറുപ്പ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ലിറിസിസ്റ്റ് ഇൻ മലയാളം. ഇതിന്റെ പോസിറ്റീവ് ഡിഗ്രി ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. വൺ ഓഫ് ദി വരുന്ന സെന്റൻസുകളുടെ പോസിറ്റീവ് ഡിഗ്രി വെരി ഫ്യൂല് തുടങ്ങാം, വെരി ഫ്യൂല് തുടങ്ങാം, അല്ലെങ്കിൽ നോട്ട് മെനിയിൽ തുടങ്ങാം, നോട്ട് മെനി, വെരി ഫ്യൂ, നോട്ട് മെനി, അല്ലെങ്കിൽ ഫ്യൂ അതറിൽ തുടങ്ങാം. തെറ്റില്ല, ഫ്യൂ അതറിൽ തുടങ്ങാം. എന്തായാലും നോ അതറിൽ തുടങ്ങില്ല. എന്താ ഇവിടെ നോ അതറാണ്, വരില്ല. ഇവിടെ നോ ലിറിസിസ്റ്റ് ആണ്, വരില്ല. ഇവിടെ സബ്ജക്റ്റ് ONV കുറിപ്പ് എന്നാണ്. എന്താ ഫ്യൂ അതർ. നമുക്ക് ഇനി ഇവയുടെ പോസിറ്റീവ് ഡിഗ്രി എഴുതുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? വൺ ഓഫ് ദി വരുന്ന സെന്റൻസുകളുടെ പോസിറ്റീവ് ഡിഗ്രി എഴുതുമ്പം തന്നിരിക്കുന്ന ഓക്സിലറിയുടെ പ്ലൂറൽ എഴുതണം. ഇപ്പോൾ വാസിന്റെ പ്ലൂറൽ ഏതാ? വേർ ആണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വാസാണ് കിടക്കുന്നത്, ഇവിടെയും വാസാണ് കിടക്കുന്നത്, ഇവിടെയും വാസാണ് കിടക്കുന്നത്. അതാ ഇവിടെ വേർ കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഏതാ ഉത്തരം? ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഡി ഓപ്ഷനോട് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. What does the following idioms means? To have an axe to grind. An axe to grind എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The severe a private interest എന്നത് ഓപ്ഷനിലുണ്ട്. എന്ത് ചെയ്യുന്നു? അതേപോലെ the procure or a sharpening tool എന്ന ഓപ്ഷനിലുണ്ട്. Suffer a personal loss എന്ന ഓപ്ഷനിലുണ്ട്. To maintain a constant എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് വാച്ച് എന്നത് ഓപ്ഷനിലുണ്ട്. ഏതാണ്? നമുക്ക് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ ഹാവ് എ സെൽഫിഷ് എന്നാണ്, സ്വാർത്ഥതയുള്ളവരായിട്ട് മാറുക. ഏതാ? എ ഓപ്ഷൻ. ഏകദേശം മീനിങ് എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അതേപോലെ ബറി ദ ഹാഡ്സെറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബറി ദ ഹാഡ്സെറ്റ്. ഹാഡ്സെറ്റ് എന്ന് പറഞ്ഞാലും കോടാലി. ഹാഡ്സെറ്റ് എച്ച് എന്താണ്? HATCHET. ഹാഡ്സെറ്റ് HATCHET. ഹാഡ്സെറ്റ് മീൻസ് forget enmity എന്നാണ്. bury the hatchet means forget enmity എന്നാണ്. got an axe എന്ന് പറഞ്ഞ അർത്ഥം എന്താ? got an axe എന്ന് പറഞ്ഞ അർത്ഥം എന്താ? got an axe lost job എന്നാണ് കേട്ടോ. got an axe means lost job, ജോലി നഷ്ടപ്പെടുക എന്നാണ്. got an axe lost job എന്നാണ്, ഓർമ്മയിലിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. if you eat too much you dash. തന്നിരിക്കുന്നതിൽ ഷുഡ് ബി ഉണ്ട്, വുഡ് ബി ഉണ്ട്, വിൽ ബി ഉണ്ട്, വുഡ് ഹാവ് ബി ഉണ്ട്. ഏതാ? ഇഫ് വരുന്ന സെന്റൻസിൽ V1 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരണം. ഇഫ് കഴിഞ്ഞിട്ട് V2 ആണ് വരുന്നതെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരണം. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ, ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3 വരണം. നമുക്കപ്പോൾ ഏതാ ഉത്തരം വരുന്നത്? ഈറ്റ് എന്ന് പറയുന്ന V1 ആണ്. V1 ഒന്നുകൊണ്ട് ഏത് എഴുതണം? വുഡ് ബി അവിടെ ഉത്തരമായിട്ട്, വിൽ ബി അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം. ഡാഷ് യു ഡാഷ് ഫ്രഞ്ച്. ഡു നോ ഉണ്ട്, അതേപോലെ ആർ നോയിങ് ഉണ്ട്, ഡസ് നോയുണ്ട്, ആർ നോയുണ്ട്. അപ്പോൾ നോക്കിയേ, അവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ സബ്ജക്റ്റ് യു ആണ്. യു വരുന്നതുകൊണ്ട് പ്ലൂറൽ ഓക്സിലറി വെർബ് വരണം. അപ്പോൾ ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന സെൻറ്റൻസ് ഇൻറ്ററോഗേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയേ, ആർ നോ എന്ത് ചെയ്യുന്നുണ്ട്? ആർ എന്ന് പറയുന്ന പ്ലൂറലാണ്, ഉത്തരം വരാം. ഡു എന്ന് പറയുന്ന പ്ലൂറലാണ്, ഉത്തരം വരാം. ഡസ് സിംഗുലാർ ആണ്, വരില്ല. ആറ് പ്ലൂറലാണ്, വരാം. നമുക്ക് 3 എണ്ണം വരാമെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കേണ്ടത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഡു, ഡസ്, ഡിഡ്. ഡു, അതേപോലെ ഡസ്, അതേപോലെ ഡിഡ് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് V1 ആയിരിക്കും. ദാ ഇവിടെ V1 വന്നിട്ടുണ്ട്, ശരിയാണ്. ഇതെന്തായാലും നമ്മൾ പോയി. ഇനി ഈസ്, അതേപോലെ ആമ്, ആറ് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എപ്പോഴും ING ആയിരിക്കും. അപ്പോഴാണ് നമുക്ക് നോ എന്ന് പറയുന്ന വെർബ് വരുമോ? വരില്ല, അതും വെട്ടി. ഇനി നമുക്ക് വരുന്നത് എയും ഉണ്ട്, ഏതും ഉണ്ട്, ബിയും ഉണ്ട്.
ഇനി ഇത് രണ്ടിൽ ഏതാണെന്ന് എങ്ങനെ നോക്കാം? നോക്കിയാൽ തന്നിരിക്കുന്നതിൽ നോ എന്ന വെർബിനൊരു പ്രത്യേകത ഉണ്ട്. നോ എന്ന് പറയുന്ന വെർബ് ഒരു സ്റ്റാറ്റിക് വെർബാണ്. എന്താണ് ഈ സ്റ്റാറ്റിക് വെർബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തയിൽ വരുന്ന പ്രവൃത്തികളാണ്. നമുക്ക് രണ്ട് തരം വെർബുകളാണ്. ഒന്ന് സ്റ്റാറ്റിക് വെർബും രണ്ട് ഡൈനാമിക് വെർബും. ഡൈനാമിക് വെർബ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൂവ്മെന്റ്, ശരീരത്തിന് മൂവ്മെന്റോട് കൂടി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പറയുന്ന പേരാണ് ഫിസിക്കൽ ആക്ഷൻസ്. അതിന് പറയുന്ന പേരാണ് ഡൈനാമിക്. സ്റ്റാറ്റിക് വെർബ് എന്ന് പറഞ്ഞാൽ ചിന്തയിൽ വരുന്ന പ്രവൃത്തികൾ. ഈ സ്റ്റാറ്റിക് വെർബുകൾക്ക് പൊതുവെ ടെൻസ് പരമായിട്ട് ING രൂപങ്ങളില്ല. സ്റ്റാറ്റിക് വെർബുകൾക്ക് നമ്മൾ ING രൂപങ്ങൾ പറയാറില്ല. ഡൈനാമിക് വെർബുകൾക്കാണ് ING രൂപങ്ങൾ പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് വെർബുകൾ ING ആയിട്ട് ഉപയോഗിക്കുന്നത് അവ സബ്ജക്റ്റുകളായിട്ട് ഉപയോഗിക്കുന്നത്, ജെറണ്ടായിട്ട് ഉപയോഗിക്കുമ്പോഴേ ING ആയിട്ട് ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് വെർബാണ്, ചിന്തയിൽ വരുന്ന പ്രവൃത്തി. ലവ് ഒരു സ്റ്റാറ്റിക് വെർബാണ്, ഹേറ്റ് ഒരു സ്റ്റാറ്റിക് വെർബാണ്, ലൈക്ക് ഒരു സ്റ്റാറ്റിക് വെർബാണ്. അതുകൊണ്ട് നോയിങ് എന്ന് പറയില്ല. അത് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ. ഡു യു നോ ഫ്രഞ്ച്? അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. എപ്പിലോഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഇൻട്രൊഡക്ടറി പാർട്ട് ഓഫ് എ ലിറ്റററി വർക്ക് ഓപ്ഷനിലുണ്ട്, സ്റ്റോറി ലൈൻ ഓപ്ഷനിലുണ്ട്, കൺക്ലൂഡിങ് പാർട്ട് ഓഫ് എ ലിറ്റററി വർക്ക് ഓപ്ഷനിലുണ്ട്. നണ്ണ്. ഏതാ? സി ഓപ്ഷനാണ്. എപ്പിലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കൺക്ലൂഡിങ് പാർട്ട് ഓഫ് എ ലിറ്റററി വർക്ക്. ഒരു ലിറ്റററി വർക്കിന്റെ അവസാന ഭാഗങ്ങളെ, അവസാനിപ്പിക്കുന്ന ഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്? എപ്പിലോഗ് എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ. ദ അംബ്രല്ല ഈസ് ഡാഷ്. ദ അംബ്രല്ല ഈസ് ഡാഷ്. യുവർ ഉണ്ട്, മൈ ഉണ്ട്, യുവേഴ്സ് ഉണ്ട്, ദം ഉണ്ട്. ഏതാ? നോക്കിയതാ വരുന്നത് യുവേഴ്സ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദ അംബ്രല്ല ഈസ് യുവേഴ്സ്. എന്ത് ചെയ്യുന്നുണ്ട്? ദ അംബ്രല്ല ഈസ് യുവേഴ്സ് അവിടെ ഉത്തരമായിട്ട് വരും. ഓക്കെ. അടുത്ത ചോദ്യം നോക്കി. വുഡ് യു പ്ലീസ് ഡാഷ് എ ബിറ്റ്. മൂവ്ഡ് ഉണ്ട്, മൂവിങ് ഉണ്ട്, മൂവ്സ് ഉണ്ട്, മൂവ് ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നോക്കിയേ, വേറൊന്നുമില്ല. മോഡൽ ഓക്സിലറി വെർബ് ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വെർബ് V1 ആണ്. ഇവിടെ മോഡൽ ഓക്സിലറി വുഡ് ആണ്. വുഡ് കഴിഞ്ഞിട്ട് വരുന്നത് V1 ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് വരുന്നു? മൂവ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, മറക്കല്. വേറെ യൂസേജ് ഒന്നുമില്ല. മൂവ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. വുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ് എന്നത് അവിടെ വരുന്നു. അടുത്ത് നോക്കിയേ. ഹി അഡ്വൈസ്ഡ് മീ ഡാഷ് ദ ആർമി. ജോയിനിങ്, ടു ജോയിൻ, ജോയിൻ, ജോയിനിങ്. ഏതാ? ടു ജോയിനിങ്. ഏത് വരുന്നു? അഡ്വൈസ്ഡ് കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ, സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ 2+V1 ആയിരിക്കും. അഡ്വൈസ്, അലോ, പെർമിറ്റ്, റെക്കമെൻഡഡ്. ഏതൊക്കെ വാക്കുകളാണ്? അഡ്വൈസ്, അതേപോലെ അലോ, അതേപോലെ പെർമിറ്റ്, റെക്കമെൻഡഡ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം 2+V1 ആയിരിക്കും. ഉത്തരം ഏതാ? 2+V1 ആയിരിക്കും. അഡ്വൈസ്, അലോ, പെർമിറ്റ്, റെക്കമെൻഡഡ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം 2+V1 ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കി. ഷീ അവോയ്ഡഡ് ഡാഷ് ഹിം എബൌട്ട് ഹെർ പ്ലാൻസ്. ടെൽസ്, ടെല്ലിങ്, ടോൾഡ്, വിൽ ടെൽ. ഏത് വരുന്നു? അവോയ്ഡ് കഴിഞ്ഞാൽ ING ആയിരിക്കും ഉത്തരം. ടെല്ലിങ് അവിടെ ഉത്തരമായിട്ട് വരും. നമ്മൾ പഠിച്ചതാണ്. ലൈക്ക്, അതേപോലെ ഡിസ്ലൈക്ക്, ലൈക്ക്, ഡിസ്ലൈക്ക്. സ്റ്റാർട്ട്, അതുപോലെ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്, സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്. ലവ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഹേറ്റ്. കീപ്പ്, ഓപ്പോസിറ്റ് ഏതാ? കീപ്പ് അല്ലെങ്കിൽ സജസ്റ്റ്, ഓപ്പോസിറ്റ് അവോയ്ഡ്. അപ്പം ഞാൻ ഈ ഓപ്പോസിറ്റ് ഇട്ട് പറഞ്ഞത് വാക്കുകൾ പഠിക്കാനാണ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞിട്ട് ഡാഷ് വന്നാൽ ഉത്തരം എന്ത് എഴുതാം? ING എഴുതാം. ഏതൊക്കെയാ? ലൈക്ക്, ഡിസ്ലൈക്ക്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഫിനിഷ്, ലവ്, ഹേറ്റ്, കീപ്പ്, സജസ്റ്റ്, അവോയ്ഡ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞിട്ട് ഡാഷ് വന്നാലും ഉത്തരം ഏതെഴുതാം? ING എഴുതാം. ING നമുക്ക് അവിടെ ഉത്തരമായിട്ട് എഴുതാം, മറക്കരുത്. അടുത്ത ചോദ്യം. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ഫ്രം യു. ഹിയർ ഉണ്ട്, ഹാവ് ഹേർഡ് ഉണ്ട്, ഹാവ് ബീൻ, ഹിയറിംഗ് ഉണ്ട്, ഹിയറിംഗ് ഉണ്ട്. ഏതാ? അപ്പം നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഹിയറിംഗ് ആണ്. കാരണം എന്താ?
ലുക്ക് ഫോർവേഡ് കഴിഞ്ഞാൽ 2 + ing ഉത്തരം. 2 ഉണ്ട് ing എഴുതുക. ഏതൊക്കെയാ വാക്കുകൾ അതേപോലെയുള്ള വരുന്ന വാക്കുകൾ? വിത്ത് എ വ്യൂ എന്നത് വാക്ക് വിത്ത് എ വ്യൂ. രണ്ടാമത്തെ ലുക്ക് ഫോർവേഡ്, ലുക്ക് ഫോർവേഡ്. അടുത്തത് ഒബ്ജക്റ്റഡ്, അടുത്ത വാക്കാണ് ഒബ്ജക്റ്റഡ്. അഡിക്റ്റഡ്, അഡിക്റ്റഡ്. അക്യുസ്റ്റോംഡ്, അക്യുസ്റ്റോംഡ്. ഡെഡിക്കേറ്റഡ്, ഡെഡിക്കേറ്റഡ്. അതുപോലെ കമ്മിറ്റഡ്, കമ്മിറ്റഡ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും ഉത്തരം 2 + ing വരുന്നു. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും ഉത്തരം ഏതാ? 2 + ing നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരും. അതുകൊണ്ട് അവിടെ 2 അവിടെ ഉള്ളതുകൊണ്ട് ing മാത്രം എഴുതുക. അടുത്ത ചോദ്യം നോക്കിയേ. ഡാഷ് ദ ട്രാഫിക് വാസ് ബാഡ്, ഐ അറൈവ്ഡ് ഓൺ ടൈം. ദോ ഉണ്ട്, ബിക്കോസ് ഉണ്ട്, അസൂണസ് ഉണ്ട്, എപ്പാർട്ട് ഉണ്ട്. ഏതാ? ദോ മീൻസ് എങ്കിലും, എന്നിട്ടും എന്നർത്ഥത്തിൽ പറയുന്നു. ബിക്കോസ് അതുകൊണ്ട്, അസൂണസ് അത്ര വേഗത്തിൽ തന്നെ, എപ്പാർട്ട് കൂടാതെ. അപ്പൊ നമുക്ക് ഏത് വരുന്നു? ദോയാണ് വരുന്നത്. കൺജങ്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യം. ദോ ട്രാഫിക് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ മോശമായിട്ടും ഞാൻ എന്നിട്ടും, അങ്ങനെ ആയിരുന്നിട്ടും അറൈവ്ഡ് ഓൺ ടൈം, ഞാൻ കൃത്യസമയത്ത് എത്തി എന്നവിടെ പറയും. അപ്പോൾ 20 ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് 20-ന് എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. 20-ന് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വളരെ എന്ത് ചെയ്യുന്നൂടെ നന്നായിട്ട് ആ ടോപ്പിക്കുകൾ, പറയുന്ന ടോപ്പിക്കുകൾ എല്ലാവരും ഒന്ന് നോക്കുക. ഓക്കെ, ക്ലാസ്സുകൾ ചാനലിലുണ്ട്, വേണമെന്നുള്ളവർക്ക് കയറി കാണാം. പിന്നെ അതുപോലെ തന്നെ എല്ലാ നോട്ടുള്ളവരാണെങ്കിൽ ആ ടോപ്പിക്കുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇഫ് എന്ന് പറയുന്നത്. അതുപോലെ റിപ്പോർട്ടർ സ്പീച്ച് എന്ത് ചെയ്യുന്നൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് ചെയ്യും? പിന്നെ അതേപോലെ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് പ്രധാനപ്പെട്ടതാണ്. റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ ചോദ്യം ഇതിലില്ലായിരുന്നു. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിൻ്റെ ചോദ്യം ഇതിനകത്തില്ല. നമ്മൾ അടുത്ത ചോദ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മാത്രമായിട്ട് എന്ത് ചെയ്യും? +2 ബേസ്ഡ് അല്ലെങ്കിൽ +2, +1, +2 അതുപോലെ തന്നെ എന്ത് ചെയ്യും? 10ാം ക്ലാസ് സ്കൂൾ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി, അവിടെ ചോദിക്കുന്ന ഗ്രാമറുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ മാത്രമായിട്ടൊരു PVQ ചെയ്യുന്നുണ്ട്. ഇത് ജനറൽ ആയിട്ടുള്ളൊരു PVQ ഡിസ്കഷനാണ്. അപ്പോൾ ടോപ്പിക്കുകളെല്ലാം നന്നായിട്ട് നോക്കുക. വെയർ ഇൻഫിനിറ്റീവ്, ഇൻഫിനിറ്റീവ്, ജെറണ്ട് +1, +2 ഉള്ള ടോപ്പിക്കാണ്. അതിൻ്റെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ടോപ്പിക്കുകളെല്ലാം നോക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.